സുഹൃത്തുക്കളെ, അങ്ങനെ നിബിധങ്ങൾ ഒരു ഉദാഹരണം പഠിപ്പിച്ചത്, ഞാൻ ആ നരകത്തിന്റെ ഓരത്തുകൂടെ മറർത്തു ബി ഖൗമിൻ, എന്നതിന്റെ അടുത്തുകൂടെ ഇങ്ങനെ നടന്നു പോകും ഒരു ഖൗമിനെ എനിക്ക് കാണിച്ചു തന്നു അല്ലാഹു തആല. ലഹും അദ്ഫാറുൻ മിൻ നഹാസ്, ഇരുമ്പിന്റെ നഖങ്ങളാണ് ആ ജനങ്ങൾക്ക്. ആ നരകത്തിലെ ആ സംഘത്തിന് ഇരുമ്പിന്റെ നഖങ്ങളുണ്ട്. യഹ്മിഷൂന വുജൂഹഹും വസുദൂറഹും, അവരുടെ മാറിടങ്ങളും നെഞ്ചും അവരുടെ മുഖവും അവർ തന്നെ ആ നഖങ്ങൾ കൊണ്ട് വലിച്ചു കീറുകയാണ്. പലിശക്കാരന്റെ ശിക്ഷ ആളിൽ പറയുന്നുണ്ട്, വ്യഭിചാരക്കാരന്റെ ശിക്ഷ പറയുന്നുണ്ട്. അവിടെ ഓരോരുത്തരും ഇങ്ങനെ പറ്റി പറയാ. ഒരു വിഭാഗം ആളുകൾ അവരുടെ നഖം കൊണ്ട് അവരുടെ മുഖം അവർ തന്നെ വലിച്ചു കീറുകയാണ്, അവരുടെ നെഞ്ചകം അവർ തന്നെ വലിച്ചു പൊട്ടിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ സഹിക്കവയ്യാതെ ജിബ്രീലിനോട് ചോദിച്ചു, നബിയേ മൻഹും യാ ജിബ്രീൽ, അല്ല ഇത് ആരാണ്, എന്തിനാ അവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഫഖാല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, അത് കണ്ട് ജിബ്രീൽ പറഞ്ഞു കൊടുക്കുകയാണ്, ഹാഉലായി, ഈ കാണുന്ന ആളുകൾ, അല്ലദീന യഅകുലൂന ലുഹൂമൻ നാസ്, ജനങ്ങളുടെ പച്ചമാംസം തിന്നുന്ന ഗീബത്തിന്റെ നമീമത്തിന്റെ ആളുകളാണ്. ശ്രദ്ധിച്ചോളി. നമ്മുടെ വാട്സപ്പ്, നമ്മുടെ ഫേസ്ബുക്ക്, നമ്മുടെ ഉപയോഗങ്ങൾ, നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ പെരുമാറ്റങ്ങൾ എവിടെങ്കിലും അന്യന്റെ പച്ചമാംസം കുത്തിത്തിന്നുന്നുണ്ടോ? ഈ ശ്രദ്ധ സൂക്ഷിച്ചോളി, ഹദീസാണ്. പച്ചമാംസം ജനങ്ങളുടേത് തിന്നുന്നവരാണ്. വയഖഊന ഫീ അറാദിഹിം, ജനങ്ങളുടെ അഭിമാനം പിച്ചി ചീന്തുന്നവരാണ്. ആൾക്കാരുടെ ഇടയിലിട്ട് വഷളാക്കുക, കുടുംബക്കാരുടെ ഇടയിലിട്ട് നാണം കെടുത്തുക, പ്രാസ്ഥാനികളുടെ ഇടയിലിട്ട് വഷളാക്കുക, ജനങ്ങളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന പിച്ചി ചീന്തുന്ന മനുഷ്യനാണോ? ഇത് അനുഭവിക്കേണ്ടി വരുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്.